എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു സ്വിച്ചിൻ്റെ ഇൻ്റർഫേസാണ്. LED ഇൻ്റർഫേസാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തത്. നമ്മൾ 8051 ID എന്നുള്ള സോഫ്റ്റ്വെയർ എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒരു പ്രോജക്റ്റായിട്ട് ഇവിടെ നമ്മൾ സ്വിച്ച് എന്നൊരു പ്രോജക്റ്റ് നെയിം കൊടുത്തു. അത് ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പ്രോസസ്സർ സെലക്ട് ചെയ്യുക, 89C51. അത് കഴിഞ്ഞ് നമുക്കത് ഒരു ഇൻ്റർഫേസിൻ്റെ സ്വിച്ചിൻ്റെ പാനൽ എടുത്ത് വെക്കാം. വിർച്വൽ ഹാർഡ്വെയർ എടുക്കുക, സിമ്പിൾ കീപാഡ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അപ്പോൾ ഈ സ്വിച്ച് ഓണും ഓഫും ആകുമ്പോൾ നമുക്കത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു LED പാനൽ ഇവിടെ എടുത്ത് വെച്ചിട്ട് ഒരു LED കൂടെ കൊടുക്കാം. LED ഇൻ്റർഫേസ് എങ്ങനെയാണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. ഞാനിപ്പോൾ LED ഒരു 2.1 എന്ന് പറയുന്ന പോർട്ടിലാണ് കൊടുക്കുന്നത്. സ്വിച്ച് ഒരു 1.3 കൊടുത്തു. ഇഷ്ടമുള്ളതിൽ കൊടുക്കാം. ഇവിടെ നമ്മൾ CLR എന്നുള്ള ഇൻസ്ട്രക്ഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. CLR P 2.1 എന്ന് കൊടുത്തു കഴിയുമ്പോൾ ഈ LED ക്ലിയർ ആകും. അത് എപ്പോഴാണ് ക്ലിയർ ആകേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ JB ജമ്പ് ഇഫ് ബിറ്റ് സെറ്റ് എന്നുള്ളതാണ് JB എന്ന് പറയുന്നത്. ഏത് ബിറ്റാണ് സെറ്റ് ആകുമ്പം ഇത് ജമ്പ് ചെയ്യേണ്ടത് എന്നാണ് അടുത്ത് പറയേണ്ടത്. അപ്പോൾ സ്വിച്ചിൻ്റെ അഡ്രസ്സാണ് നമ്മളവിടെ കൊടുക്കേണ്ടത്. P 1.3 എന്ന് ഞാനിപ്പോൾ കൊടുത്തു, എന്നിട്ട് അത് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ നമ്മളൊരു L1 എന്നുള്ള ലൂപ്പ് ഇട്ടാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ലൂപ്പ് ഇട്ട് അതൊരു ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഒരു ലൂപ്പ് വൈസ് വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്ട്രക്ഷനാണ്. അപ്പോൾ നമ്മളിങ്ങനെയാണ് ഈ JB എന്നുള്ള ഇൻസ്ട്രക്ഷൻ ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മളത് എൻ്റെ അടിച്ചിട്ട് നമ്മൾ SJMP ഡോളർ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഇൻഫിനിറ്റ് ലൂപ്പായിട്ട് നിൽക്കും. SJMP കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ അത് എററായിട്ട് നിൽക്കാം. അതുകൊണ്ടാണ് അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ഓർ ഷട്ട് ഡൗൺ എന്ന് കൊടുത്തിട്ട് റൺ ചെയ്യുമ്പോൾ നമ്മളിവിടെ സ്റ്റെപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതങ്ങോട്ട് പോകത്തില്ല. പോകുന്നത് എപ്പോഴാണോ ഈ ബിറ്റ് സെറ്റ് ആവുന്നത് അപ്പോഴേ താഴോട്ട് പോകത്തുള്ളൂ. അതായത് 1.3 എന്നുള്ള ബിറ്റ്. അപ്പോൾ ഇത് ഷോർട്ട് ചെയ്തു. ഇനി സ്റ്റെപ്പ് എന്ന് കൊടുത്താൽ അടുത്ത ലൈൻ എക്സിക്യൂട്ട് ചെയ്യും എന്ന് പറഞ്ഞ് ക്ലിയർ 2.1 ആയി. ഇപ്പോൾ ഇത് ഓണായി. ഇങ്ങനെയാണ് ഒരു സിമ്പിളായിട്ട് ഒരു സ്വിച്ചിൻ്റെ ഓപ്പറേഷൻ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ JB എന്നുള്ള ഇൻസ്ട്രക്ഷനാണ് നമ്മളിപ്പോൾ നോക്കിയത്. അതേപോലെ തന്നെ നമുക്ക് JNB എന്നുള്ള ഇൻസ്ട്രക്ഷനും കൂടെ നോക്കാം. ഇപ്പോൾ ഈ സ്വിച്ച് ക്ലോസ് ആയപ്പോഴാണ് നമുക്ക് ഔട്ട്പുട്ടിൽ ഒരു LED ഓൺ ആയത്. ഇവിടെ നമ്മൾ L2 എന്നുള്ള അടുത്ത ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുക. JBയും JNBയും കൊടുക്കുന്നത് ഒരേ പോലെ തന്നെയാണ്, ഒരേ ടൈപ്പ് ഇൻസ്ട്രക്ഷൻ തന്നെയാണ്. ഇവിടെ P 1.3 ഞാൻ സെയിം സ്വിച്ച് തന്നെ കൊടുക്കുകയാണ്. L2 എന്ന് കൊടുത്തു. എന്നിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത് എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ഇതേ LED തന്നെ ഒന്ന് ഓഫ് ചെയ്യണം. P 2.1 എന്ന് കൊടുത്തു. എന്നിട്ട് സ്റ്റാർട്ട് ഷട്ട് ഡൗൺ കൊടുത്തു. ഒന്നുകൂടെ കമ്പൈൽ ചെയ്തു. എന്നിട്ട് നോക്കുക, ഇവിടെ സ്റ്റെപ്പ് ഒന്ന് കൊടുത്താൽ നമ്മൾ അടുത്ത അത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1.3 എന്ന് പറയുന്ന പോർട്ട് സെറ്റ് ആവണം. അത് കഴിഞ്ഞ് നമ്മൾ ഒന്നുകൂടെ സ്റ്റെപ്പ് കൊടുത്തു. അപ്പോൾ അടുത്ത ഈ ലൈൻ ക്ലിയർ ആവും. LED ക്ലിയർ ആയിട്ടുണ്ട്. വീണ്ടും അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് B ബിറ്റ് നോട്ട് സെറ്റ് ആവുന്ന കണ്ടീഷൻ വരെയും വെയിറ്റ് ചെയ്യും. അപ്പോൾ നമ്മളത് നോട്ട് സെറ്റായി കഴിയുമ്പം അടുത്ത ലൈൻ എക്സിക്യൂട്ട് ചെയ്യും. അടുത്ത ലൈനിലേക്ക് വന്നു, വീണ്ടും സ്റ്റെപ്പ് കൊടുത്തപ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്യും. ഇത് നമ്മളൊരു ലൂപ്പ് ഇട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഇതിനെ തന്നെ വീണ്ടും ഒരു ലൂപ്പിനകത്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ആനിമേറ്റ് ചെയ്ത് തന്നെ കാണാൻ പറ്റും. ഇങ്ങനെ കൊടുത്തു. ഇവിടെ നമ്മൾ കമ്പൈൽ ചെയ്യുക, എന്നിട്ട് ആനിമേറ്റ് എന്ന് കൊടുത്തു. അപ്പോൾ ഈ സ്വിച്ച് ഓൺ ചെയ്യുമ്പം തൊട്ടടുത്ത ലൈനിൽ വന്ന് നിന്നു, വീണ്ടും ഓഫ് ചെയ്യുമ്പോൾ ഓഫായി. ഇങ്ങനെ ആനിമേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഔട്ട്പുട്ടിനെ എനർജൈസ് ചെയ്യാം, എനർജൈസ് ചെയ്യുകയും ചെയ്യാം. ഇങ്ങനെയാണ് ഒരു സ്വിച്ച് മൈക്രോ കൺട്രോളറുമായിട്ട് ഇൻ്റർഫേസ് ചെയ്യുന്നത്.
ഇനി നമുക്ക് ഒരു പ്രോട്യൂസ് വഴി ഇതിൽ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാംസിൽ കുറേ ഫയൽസ് ഇവിടെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഒരു ഹെക്സ് ഫയലുണ്ട്, സീറോസിൻ്റെയും ഓൺസിൻ്റെയും കോമ്പിനേഷനായിട്ടുള്ള ഹെക്സ് ഫയൽ. ഇതാണ് നമ്മളൊരു ചിപ്പിനകത്തോട്ട് റൈറ്റ് ചെയ്ത് ഔട്ട്പുട്ട് ആക്കുന്നത്. അത് നമുക്കെങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിവിടെ ഹെക്സ് ഫയൽ റൈറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ പ്രോട്യൂസ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയറാണ്. അപ്പോൾ പ്രോട്യൂസ് എന്നുള്ള സോഫ്റ്റ്വെയർ എടുക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. നമുക്കിതിനകത്തൊരു സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാം. സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാനായിട്ട് ആദ്യം നമ്മൾ കമ്പണൻറ്റ് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പ്ലേസ് കമ്പണൻറ്റ് ഫ്രം ലൈബ്രറീസ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ കമ്പണൻറ്റിൻ്റെ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ പ്രോസസ്സർ 89C51 എന്ന് ടൈപ്പ് ചെയ്തു. അപ്പോൾ അതവിടെ വന്നു. മൈക്രോ കൺട്രോളറിൻ്റെ സിമ്പലാണ് ഈ വന്നത്. പിന്നെ അതിൻ്റെ പ്രിവ്യൂ ആണ് നമുക്കിവിടെ കാണുന്നത്, ഈ വിൻഡോയിൽ കാണുന്നത് PCBയുടെ പ്രിവ്യൂ. എന്നിട്ട് ഇവിടെ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ പ്ലേസ് ചെയ്യാം. ഇതിൽ 2.1 നമ്മൾ രണ്ട് കണക്ട് ചെയ്യേണ്ടത്, അതായത് LED 2.1ലും അതിൻ്റെ കാഥോഡ് 2.1ലും ആനോഡ് VCCയിലും കണക്ട് ചെയ്യണം. അപ്പോൾ 2.1ൽ ഒരു LED കണക്ട് ചെയ്യാം. നമുക്കിവിടെ മൗസ് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പ്ലേസ് കമ്പോണൻറ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഫ്രം ലൈബ്രറീസ് ഇവിടെ LED എന്ന് ടൈപ്പ് ചെയ്യുക. ഓപ്റ്റോ ഇലക്ട്രോണിക്സിനകത്ത് ആനിമേറ്റഡ് LED ഉണ്ട്, അതിലേതെങ്കിലും ഒരു കളർ എടുക്കുക. ഞാനിപ്പോൾ യെല്ലോ കളർ എടുത്തു. എന്നിട്ട് ഓക്കെ കൊടുത്തു. എന്നിട്ട് ഇവിടെ പ്ലേസ് ചെയ്യുക. പ്ലേസ് ചെയ്തിട്ട് 2.1ലാണ് കണക്ട് ചെയ്യേണ്ടത്. എന്നിട്ട് ഇവിടെ ആനോട് ഒരു VCC കണക്ട് ചെയ്യണം. VCC കണക്ട് ചെയ്യുന്ന കമ്പോണൻ്റ് എടുത്തിട്ടല്ല, ടെർമിനൽ എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് പവർ ഉണ്ട്. അപ്പോൾ അതെടുത്തിട്ട് ഇവിടെ പ്ലേസ് ചെയ്യുക. അതുപോലെ LED സ്വിച്ച് 1.3 എന്ന് പറഞ്ഞ പോർട്ടിലാണ് കണക്ട് ചെയ്യേണ്ടത് നമ്മുടെ ഈ പ്രോഗ്രാം പ്രകാരം. അപ്പോൾ 1.3ൽ ഈ ഭാഗത്തായിട്ട് വരും. അവിടെ പ്ലേസ് കമ്പോണൻറ്റ് ഫ്രം ലൈബ്രറീസ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് ഇവിടെ സ്വിച്ച് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ സ്വിച്ചസ് ആൻഡ് റിലേസ് എന്നുള്ള ലൈബ്രറി കിട്ടും. അതിൽ നമ്മുടെ ഏതെങ്കിലും ഒരു സ്വിച്ചാണ് എടുക്കേണ്ടത്. ഞാനിപ്പം ഈ സ്വിച്ച് മൊമെൻ്ററി ആക്ഷനുള്ള ഒരു സ്വിച്ച് എടുത്തു. എന്നിട്ട് ഓക്കെ കൊടുത്തു. മൊമെൻ്ററി ആക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു പ്രാവശ്യം പ്രസ് ചെയ്തിട്ട് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റും. അതാണ് 1.3. എന്നിട്ട് ഇവിടെ ഗ്രൗണ്ട് പ്ലേസ് ചെയ്യണം. ഗ്രൗണ്ട് പ്ലേസ് ചെയ്യുന്ന പവർ തന്നെ പ്ലേസ് ചെയ്തതുപോലെ തന്നെ ടെർമിനൽ എടുക്കുക. എന്നിട്ട് ഗ്രൗണ്ട് എന്നുള്ള ഓപ്ഷൻ എടുക്കുക, പ്ലേസ് ചെയ്യുക. ഇനി നമ്മൾ ഈ ICക്കകത്താണ് നമ്മൾ ഹെക്സ് വാല്യൂ ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ മൗസ് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് പ്രോപ്പർട്ടീസ് എടുക്കുക. എന്നിട്ട് പ്രോഗ്രാം ഫയൽ എന്നുള്ള ഓപ്ഷൻ്റെ അവിടെ സെലക്ട് ചെയ്തിട്ട് ഡെസ്ക്ടോപ്പിലാണ് നമ്മൾ ഫയൽസ് സേവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡെസ്ക്ടോപ്പ് എടുക്കുക. ആ ഹെക്സ് ഫയൽ സെലക്ട് ചെയ്ത് കൊടുത്ത് ഓപ്പൺ കൊടുത്തിട്ട് ഇവിടെ ഓക്കെ കൊടുക്കുക. അപ്പോൾ അവിടെ ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളിവിടെ റൺ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് റൺ മോഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ ഇവിടെ സ്വിച്ച് പ്രസ് ചെയ്ത് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ സ്വിച്ച് ഓണായിരിക്കുമ്പോൾ അത് LED കത്തും. ഇങ്ങനെയാണ് നമുക്ക് ഒരു ഹെക്സ് ഫയൽ ലോഡ് ചെയ്ത് നോക്കുന്നത്. ഇനി നമുക്കത് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ഇതേ സർക്യൂട്ട് തന്നെ ഉപയോഗിച്ചുകൊണ്ട്, ഇതേ പ്രോഗ്രാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ സർക്യൂട്ടിനെ നമുക്കൊരു വാട്ടർ ലെവൽ കൺട്രോളറായിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. വാട്ടർ ലെവൽ കൺട്രോളർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ലോജിക്ക് സെയിം തന്നെയാണ്. ഒരു ഇൻപുട്ട് നമ്മൾ സെൻസ് ചെയ്യുന്നു, അതിനെ കറസ്പോണ്ട് ചെയ്തിട്ട് ഒരു ഔട്ട്പുട്ട് എനേബിൾ ആകുന്നു. ആ ഔട്ട്പുട്ട് എനേബിൾ ആകുമ്പോൾ ആ എനേബിൾ ആകുന്ന ഔട്ട്പുട്ടിൽ നമ്മളൊരു ട്രാൻസിസ്റ്റർ ഡ്രൈവ് ചെയ്തിട്ട് ഒരു റിലേ കണക്ട് ചെയ്യുന്നു. ആ റിലേയിൽ നമ്മൾ എന്ത് കണക്ട് ചെയ്യുന്നു? ഇപ്പോൾ AC 230 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു മോട്ടർ, പമ്പിൻ്റെ മോട്ടറാണെന്നുണ്ടെങ്കിൽ മോട്ടർ വർക്ക് ചെയ്യും. അപ്പോൾ ഈ ഔട്ട്പുട്ട് ഏതൊക്കെ സമയത്ത് എനേബിൾ ആവണം, ഡിസേബിൾ ആവണം എന്ന് ഡിസൈഡ് ചെയ്യുന്ന ഇവിടുത്തെ സെൻസേഴ്സാണ്. നമ്മളിവിടെ ഒരു സെൻസിങ് സർക്യൂട്ടാണ് വെച്ചേക്കുന്നത്. ഒരു VCC, പിന്നെ ഒരു ലോയും മീഡിയം ഹൈയിലുമുള്ള 3 ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രാൻസിസ്റ്റർ സ്വിച്ചുമാണ് ഉപയോഗിക്കുന്നത്. ഇതിലിപ്പോൾ മീഡിയത്തിന് വലിയ പ്രസക്തിയില്ല, കാരണം ലോയിൽ വരുമ്പോൾ പമ്പ് ഓൺ ആവുക, ഹൈയിൽ പമ്പ് ഓഫ് ആവുക എന്നുള്ളതാണ്. മീഡിയത്തിൽ വേണമെങ്കിൽ നമുക്കൊരു ഇൻഡിക്കേഷനൊക്കെ യൂസ് ചെയ്യാം, LED-യോ അങ്ങനെ എന്തെങ്കിലും. എന്തായാലും ഈ സർക്യൂട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഒരു സ്വിച്ചിൻ്റെ ഇൻ്റർഫേസാണ് നമ്മളിപ്പോൾ നോക്കിയത്. ആ സ്വിച്ചിൻ്റെ ഇൻ്റർഫേസിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്നുള്ള ലെവലിൽ ഒരു സിമ്പിൾ വാട്ടർ ലെവൽ കൺട്രോളറാണ് ഞാൻ കാണിച്ചത്. ഇത് എന്തായാലും എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.